ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡ് ചാപ്റ്ററാണ് നോക്കാം. ഫുൾ ക്വസ്റ്റ്യൻ ആൻസർ നോക്കുന്നുണ്ട്. വിച്ച് ട്രാവൽ സെഡ് അബൌട്ട് ദ ടൗൺ ആൻഡ് ട്രേഡ് ഇൻ മിഡീവൽ ഇന്ത്യ? മധ്യകാല ഇന്ത്യയിൽ പട്ടണത്തെക്കുറിച്ചും വ്യാപാരത്തെക്കുറിച്ചും ഏത് സഞ്ചാരിയാണ് പറഞ്ഞത്? നിക്കോളോ കോണ്ടി. ഓക്കെ. വാട്ട് ഈസ് ബാബർനാമ? ബാബർനാമ ഈസ് എ ഹിസ്റ്റോറിക്കൽ വർക്ക്, എ മെമ്മോയർ ഓഫ് ബാബർ ഫൗണ്ട് ഓഫ് ദി മുഗൾ എംപയർ. എന്താണ് ബാബർനാമ? ഒരു ചരിത്ര കൃതിയാണ്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പാണ് ബാബർനാമ. ഓക്കെ. വാട്ട് വാസ് ദ ചീഫ് ഒക്യുപ്പേഷൻ ഓഫ് ദി പീപ്പിൾ ഇൻ മിഡീവൽ ഇന്ത്യ? എന്താ മധ്യകാല ഇന്ത്യയിലെ ആളുകളുടെ പ്രധാന തൊഴിൽ എന്തായിരുന്നു? അഗ്രികൾച്ചർ, കൃഷി അല്ലേ? വാട്ട് വാസ് ദ ഒക്യുപ്പേഷൻ ആൻഡ് ടാക്സ് മെൻഷൻ ഇൻ അൽബറോണി ഡിസ്ക്രിപ്ഷൻ? അഗ്രികൾച്ചർ ആൻഡ് കാറ്റിൽ ഗ്രേസിംഗ് ആൻഡ് ലാൻഡ് റവന്യൂ ആൻഡ് ഗ്രേസിംഗ് ടാക്സ് അല്ലേ? എന്താണ് അൽബറോണിയുടെ വിവരണത്തിൽ എന്താണ് തൊഴിലും നികുതിയും എന്തൊക്കെയാണെന്ന്? എന്താണ് കൃഷിയും കന്നുകാലി മേയ്ക്കലും പിന്നെ ഭൂമിക്കരവും മേച്ചിൽക്കരവും. ഓക്കെ. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ മേജർ ക്രോപ്സ് ഓഫ് മിഡീവൽ ഇന്ത്യ? എന്താണ് മിഡീവൽ ഇന്ത്യയിലെ പ്രധാന വിളകൾ എന്താണ്? കോട്ടൺ, സെറിയൽസ്, പൾസ്, ഇൻഡിഗോ, ഷുഗർ കെയിൻ. എന്താണ് പരുത്തി, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, നീലം, കരിമ്പ്. ഓക്കെ. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ. ദ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ഇൻ മിഡീവൽ ഇന്ത്യ വേർ അഡ്മയറബിൾ. എക്സ്പ്ലെയിൻ. എന്താണ് മധ്യകാല ഇന്ത്യയിലെ കാർഷിക പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനാണ് പറഞ്ഞത്. എന്താണ് അഗ്രികൾച്ചർ വാസ് ദ ചീഫ് ഒക്യുപ്പേഷൻ ഓഫ് ദി പീപ്പിൾ മിഡീവൽ ഇന്ത്യ. എന്താണ് മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. ഇൻ ദിസ് പീരിയഡ് ദർ വാസ് എ പ്ലൻറ്റി ഓഫ് കൾട്ടിവബിൾ ലാൻഡ് ഇൻ ഇന്ത്യ ദാറ്റ് വാസ് കെപ്റ്റ് അൺകൾട്ടിവേറ്റഡ്. അക്കാലത്ത് ഇന്ത്യയിൽ കൃഷിയോഗ്യമായ ധാരാളം പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് ഇത്തരം പ്രദേശങ്ങളിൽ കൃഷി ചെയ്ത കർഷകർക്ക് അതിൻ്റെ ഉടമസ്ഥാവകാശം ലഭിച്ചു. Those the first cultivation in such land there granted their own rights. Okay. ഇനി the handwork farmers tried to win the ownership of such land in the way. എന്താണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടാൻ കഠിനാധ്വാനികളായ കൃഷിക്കാർ ശ്രമിച്ചു. പിന്നെന്താണ് ദീസ് സ്റ്റെപ്പ് വേർ taken by rules of the progress of the agriculture, arranged irrigation facilities, supplied seeds, granted tax realization. എന്താണ് ഭരണാധികാരികൾ കാർഷിക പുരോഗതിക്കായി കൃഷിഭൂമിയിൽ ജലസേചന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും വിത്തുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. അവർക്ക് നികുതി ഇളവ് അനുവദിച്ചു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. How did the spread of weaving and trade facilities the growth of the town? എന്താണ് weaving and other handicrafts were the major occupation in town. The Indian weavers produced garments of different colors and qualities. The garments made of silk, cotton and wool there were important among them. New tools like spinning wheels and looms were used for weaving. Indigo and color mixture were used for dyeing the textiles. Indian textiles won world acclaim as trade increased. Town become more important as the people were able to live there and produced and store merchandise. എന്താണെന്ന് പറയുന്നത് നെയ്ത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും വ്യാപനം എന്താണ് നഗരങ്ങളുടെ വളർച്ചയെ സഹായിച്ചത് എങ്ങനെയെന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ് നെയ്ത്തും മറ്റു കൈത്തൊഴിലുകളുമായിരുന്നു പട്ടണത്തിലെ പ്രധാനപ്പെട്ട തൊഴിലുകൾ. അപ്പോൾ എന്താ ഇന്ത്യയിൽ നെയ്ത്തുകാർ വ്യത്യസ്ത ഗുണത്തിലും നിറത്തിലുമുള്ള വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. പട്ട്, പരുത്തി, കമ്പിളി എന്നിവ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ അവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു. പിന്നെ തുണി നെയ്ത് പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നൂല് നൂൽക്കാനുള്ള ചർക്കയും നെയ്തെടുക്കാനുള്ള തറികളും അവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു. തുണികളിൽ ചായം മുക്കുന്നതും നീലം നിറക്കൂട്ടുകളും ഉപയോഗിച്ച് ഇന്ത്യൻ തുണിത്തരങ്ങൾ ലോക പ്രശസ്തി നേടി. കച്ചവടങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ആളുകൾക്ക് അവിടെ താമസിക്കാനും കച്ചവടത്തിനുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും ശേഖരിക്കാനും കഴിഞ്ഞതിനാൽ നഗരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which town was the most
പ്രോസ്പെറസ് പ്ലേസ് ഇൻ മിഡീവൽ ഇന്ത്യ. എന്താണ് മിഡീവൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലം ഏതാണെന്നാണ് ചോദിച്ചത്. എന്താണ് വിജയനഗര. ഓക്കെ. ഇനി അടുത്തത് ഇന്ത്യൻ ടൗൺസ് ആർ ഹൈലി പോപ്പുലസ് ആൻഡ് വെൽത്തി. വിച്ച് ട്രാവലർ സെഡ് ദിസ്. എന്താണ് ഈ വലിയ ജനസംഖ്യയും നിറഞ്ഞ സമ്പത്തുമുള്ള നഗരമാണ് ഇന്ത്യയിലുള്ളത്. ഏത് സഞ്ചാരിയാണ് ഇത് പറഞ്ഞത്? ഇബ്നു ബത്തൂത്ത. ഓക്കെ. ഇനി അടുത്തത് ഹൂ വാസ് ദ ഇംഗ്ലീഷ് ട്രാവലർ ഹൂ വിസിറ്റഡ് ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. എന്താണ് മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരി ആരാണ്? എന്താണ് റാൽഫിച്ച്. ഓക്കെ. വോട്ട് ഈസ് കർഗാന. എന്താണ് കർഗാന ആർ ദ സെൻറ്റേഴ്സ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ദാറ്റ് സപ്ലൈസ് ഗുഡ്സ് ഫോർ ദ പ്ലേസ് ഓഫ് ദി മുഗൾ കിങ് ആൻഡ് നോബൽസ്. എന്താണ് മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള സാധനങ്ങൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിരുന്ന കേന്ദ്രങ്ങളാണ് കർഗാന. ഓക്കെ. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി വിച്ച് വാസ് ദ മെയിൻ എഡ്യൂക്കേഷണൽ സെൻറ്റർ ഇൻ ദ മിഡീവൽ പീരിയഡ്. എന്താണ് മിഡീവൽ പീരിയഡിലെ പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രം ഏതായിരുന്നു? നളന്ദ യൂണിവേഴ്സിറ്റി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ റിമാർക്കബിൾ എഡ്യൂക്കേഷൻ സെൻറ്റർ ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ മുഗൾ പീരിയഡ്. എന്താണ് മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലെ ശ്രദ്ധേയമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഏതാണെന്ന് വെച്ചത്? ഏതാണ്? ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര, ദില്ലി. ഓക്കെ. ഇനി അടുത്തത് ഹൂ വാസ് ദ മെക്കോറാക്കൻ എന്ന് പറയാം. മെക്കോറാക്കൻ ട്രാവലർ ഹൂ വിസിറ്റഡ് ഇൻ ദ സുൽത്താനേറ്റ് പീരിയഡ്? ഇബ്നു ബത്തൂത്ത. ഓക്കെ. ഹൂ വാസ് ദ ഫേമസ് പോയറ്റ് ഹൂ ലീവ്ഡ് ഇൻ സുൽത്താനേറ്റ് പീരിയഡ്? അമീർ ഖുസ്രോ. ഇനി ഹൂ വാസ് ദ ഫേമസ് പോയറ്റ് ഹൂ ലീവ്ഡ് ഇൻ the Sultanate period? Amir Khusro. Okay. Which is the famous book in the mathematics written by Bhaskaracharya? Leelavati. Okay. Who wrote about the social life of the people in medieval India? ട്രാവലിയർ. ഓക്കെ. മധ്യകാല ഇന്ത്യയിലെ ആളുകളുടെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് ആരാണ് എഴുതിയത് എന്നാണ് ചോദിച്ചത്? എന്താണ് ട്രാവലിയർ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ട്രാവലിയർ. എന്താണ് ആരാണ് ട്രാവലിയർ എന്ന് ചോദിച്ചു. എന്താണ് ദ ഫ്രഞ്ച് ട്രാവലർ ഹൂ വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. എന്താണ് മുഗൾ കാലഘട്ടത്തിൽ എന്താണ് മുഗൾ കാലഘട്ടത്തിൽ എന്താണ് ഇന്ത്യ വിസിറ്റ് ചെയ്ത ഒരു ഫ്രഞ്ച് ട്രാവലറാണ് ട്രാവലിയർ. ഓക്കെ. ഇനി ഹൂ ഈസ് റാൽഫിച്ച്. എന്താണ് ദ ഇംഗ്ലീഷ് ട്രാവലർ ഹൂ വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. എന്താണ് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് സഞ്ചാരിയാണ്. എന്താണ് മുഗൾ പീരീഡിൽ ഇന്ത്യ സന്ദർശിച്ച ആളാണ്. ഇനി അടുത്തത് വാട്ട് ആർ ദ സ്റ്റെപ്സ് ടേക്കൺ ബൈ ദ റൂൾ ഓഫ് ദി അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഓഫ് മിഡീവൽ ഇന്ത്യ. എന്താണ് ഈ മധ്യകാല ഇന്ത്യയിൽ കാർഷിക പുരോഗതിക്കായി ഭരണാധികാരികൾ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ്? ദ സ്റ്റെപ്പ് ടേക്കൺ ബൈ ദ റൂൾ ഫോർ ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ ആർ അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, സപ്ലൈ സീഡ്സ്, ഗ്രാൻഡ് ടാക്സ് റിയലൈസേഷൻ. എന്താണ് കാർഷിക പുരോഗതിക്കായി ഭരണാധികാരികൾ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ്? ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി, വിത്തുകൾ വിതരണം ചെയ്തു, നികുതി ഇളവുകൾ നൽകി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഇക്ത ജാഗിൽദാരി. എന്താണ് ഇക്ത ജാഗിൽദാരി എന്താണെന്നാണ് ചോദിച്ചത്? ജാഗിർദാരി ഇക്ത ജാഗിൽദാരി. ഓക്കെ. The medieval period, the officers were given land and wages. This system was known as Ikta. During the Sultanate period and Jagirdari ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. എന്താണ് മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് കൂലിയായി ഭൂമി നൽകി. ഈ സംവിധാനം എന്താണ് ഇക്ത എന്നും മുഗൾ കാലഘട്ടത്തിൽ ജാഗിർദാരി എന്നും അറിയപ്പെട്ടു. ഓക്കെ, മനസ്സിലായല്ലോ? വാട്ട് ആർ
കാലിക്കോയും കാലിക്കോ ആൻഡ് കാലിക്കറ്റ് എന്താണ് കോട്ടൺ ടെക്സ്റ്റൈൽസ് വെർ എക്സ്പോർട്ടഡ് ഫ്രം കാലിക്കറ്റ്. ദീസ് ടെക്സ്റ്റൈൽസ് വെർ നോൺ ആസ് കാലിക്കോ. ഇൻ ദ യൂറോപ്യൻ മാർക്കറ്റ് കോഴിക്കോട് ആസ് വാസ് കോൾഡ് കാലിക്കറ്റ് ബൈ ദ യൂറോപ്യൻസ്. എന്താണ് കോഴിക്കോട്ടിനെ യൂറോപ്യക്കാർ കാലിക്കറ്റ് എന്നാണ് വിളിച്ചിരുന്നത്. കോഴിക്കോട്ടിൽ നിന്ന് പരുത്തി തുണിത്തരങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഈ തുണിത്തരങ്ങൾ യൂറോപ്യൻ വിപണിയിൽ കാലിക്കോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What were the factors that attracted travelers and traders to medieval India? എന്താണ് മിഡീവൽ ഇന്ത്യയിൽ സഞ്ചാരികളെയും കച്ചവടക്കാരെയും ആകർഷിച്ച ഫാക്ടേഴ്സ് ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചത്. എന്താണ് ദ അഗ്രികൾച്ചർ പ്രോഗ്രസ് ഓഫ് ദി മിഡീവൽ പീരിയഡ് ക്രിയേറ്റഡ് ഫേവറബിൾ കണ്ടീഷൻ ഫോർ ദ പ്രോസ്പെരിറ്റി ട്രേഡ് ആൻഡ് കൊമേഴ്സ്. എന്താണ് മധ്യകാലഘട്ടത്തിലെ കാർഷിക പുരോഗതി ഇന്ത്യയിലെ വ്യാപാരത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും അഭിവൃദ്ധിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു. പിന്നെ എന്താണ് ഇന്ത്യൻ സ്പൈസസ്, ടെക്സ്റ്റൈൽസ്, ലെതർ, ജംസ്, സാൻഡൽ, മെറ്റൽ, പേൾ എക്സെട്ര വേർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഓഫ് ഫോറിൻ കൺട്രീസ്. എന്താണ് ചന്ദനം, ലോഹങ്ങൾ, രത്നങ്ങൾ, മുത്ത്, ഒക്കെയ്ക്ക് ആനക്കൊമ്പ് എന്നിവയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ ആവശ്യക്കാർ ഏറെയായിരുന്നു. പിന്നെ ദീസ് കമ്മോഡിറ്റീസ് അട്രാക്റ്റഡ് ട്രേഡേഴ്സ്. ഇത് വ്യാപാരികളെ വളരെയധികം ആകർഷിച്ചു. സെവറൽ ട്രാവലേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ് ഇന്ത്യ ഇൻ മിഡീവൽ പീരിയഡ്. അതുകൊണ്ട് കൂടുതൽ സഞ്ചാരികൾ ഇന്ത്യയിലേക്ക് എത്താൻ ഇത് കാരണമായി. ഓക്കെ, ഇൻ ദ മിഡീവൽ റൂൾസ് പാസ്ഡ് സെവറൽ ലോസ് ആൻഡ് പ്രൊട്ടക്ട് മർച്ചൻറ്റ് പ്രോപ്പർട്ടി ആൻഡ് ഇമ്പോസ് അൺഫീൽഡ് ടാക്സ് സിസ്റ്റം. അപ്പോൾ അത് മധ്യകാലഘട്ടത്തിലെ ഭരണാധികൾ വ്യാപാരികളുടെ സ്വത്ത് പരിരക്ഷിക്കുന്നതിന് ഏകീകൃത ടാക്സ് വ്യവസ്ഥ ഏർപ്പെടുത്തി. പിന്നെന്താണ് in this diversity and prosperity attracted foreign travelers into India during the Mughal period. അതുകൊണ്ട് ഈ ഇന്ത്യയിലേക്ക് സഞ്ചാരികളെയും കച്ചവടക്കാരെയും ആകർഷിച്ചു. ഈ വൈവിധ്യങ്ങളും വിഭവ സമൃദ്ധവുമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് സഞ്ചാരികളെയും കച്ചവടക്കാരെയും ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. ഓക്കെ, ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഫോറിനേഴ്സ് എൻഗേജ്ഡ് ഇൻ ട്രേഡ് വിത്ത് ഇന്ത്യ. ഇന്ത്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദേശികൾ ആരൊക്കെയാണ്? ചൈനീസ്, അറബ്, പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ഓക്കെ, ഇനി അടുത്തത്. വാട്ട് ഇൻഫോർമേഷൻ അവൈലബിൾ ടു ദ ട്രാവലർ അബൌട്ട് ദ ഇന്ത്യൻ ടൗൺസ് ഓഫ് മിഡീവൽ പീരിയഡ്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന നഗരങ്ങളെക്കുറിച്ച് അക്കാലത്തെ സഞ്ചാരികളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? ടൗൺസ് ഡെവലപ്ഡ് അറൗണ്ട് ദ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് ആൻഡ് മാർക്കറ്റ്. ധാക്ക, പൈതാൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുരൈ etc. were the towns at the development of by artisans, traders, officers, servants, slaves and so on the constituted the Arab population. പിന്നെന്താണ് കാർഖാനാസ് were the center of produced and supplied goods for the place of Mughal kings and nobles. എന്താണെന്നറിയാം? ഉൽപ്പാദന കേന്ദ്രങ്ങളെയും ചന്തകളെയും കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ വളർന്നു വന്നത്. ഇത്തരത്തിൽ വളർന്നു വന്ന നഗരങ്ങളാണ് ധാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുര തുടങ്ങിയവ. കൈത്തൊഴിലുകാർക്ക് വ്യാപാരികൾ, ഉദ്യോഗസ്ഥർ, പരിചാരകർ, അടിമകൾ തുടങ്ങിയവരായിരുന്നു നഗരവാസികൾ. മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള സാധനങ്ങൾ നിർമ്മിക്കുകയും വിതരണം ചെയ്തിരുന്നതും ആരായിരുന്നു? തൊഴിൽ കേന്ദ്രങ്ങളായിരുന്ന കാർഖാനകളായിരുന്നു. ഓക്കെ, ഇനി അടുത്തത്. വിച്ച് ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് കുഡ് ബി ഫൗണ്ട് ഇൻ കാർഖാനാസ്? എംബ്രോയിഡറീസ്, ഗോൾഡ് സ്മിത്ത്, ഡയേഴ്സ്, ചായം പൂശുന്നവർ. പിന്നെന്താണ് കോബ്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ചെരുപ്പ് ഉണ്ടാക്കുന്നവർ. ഓക്കെ, ഇനി വാട്ട് വെർ ദ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇൻഇക്വാലിറ്റി എക്സിസ്റ്റഡ് അമംഗ് ദ പീപ്പിൾ ഇൻ ദ മിഡീവൽ പീരിയഡ്? മധ്യകാലഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന സാമൂഹ്യവും സാമ്പത്തികമായ അസമത്വങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച്. സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഡിറ്റർമിൻഡ് ബേസ്ഡ് ഓൺ ദ കാസ്റ്റ്, ഒക്യുപ്പേഷൻ ആൻഡ് വെൽത്ത്. ജാതി, തൊഴിൽ, സമ്പത്ത് എന്നിവയുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ പദവികൾ നിർണ്ണയിക്കപ്പെട്ടത്. കിങ്, ലോർഡ്, പ്രീസ്റ്റ്, ഓഫീസേഴ്സ് എക്സെട്ര എൻജോയ്ഡ് ഹയർ സോഷ്യൽ സ്റ്റാറ്റസ്. രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും ഉയർന്ന സാമൂഹ്യ പദവി നൽകി.
പിന്നെ എന്താണ് ദോസ് ഹൂ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ബിലോങ്ങിങ് ടു ലോവർ സോഷ്യൽ ക്ലാസ്സസ്, എന്താണ് കൈത്തൊഴിലുകളും കൃഷിയിലും ഏർപ്പെട്ടിരിക്കുന്ന സമൂഹത്തിലെ താഴെ തട്ടിലുള്ളവരായിരുന്നു. പിന്നെ ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്, എന്താണ് ഓരോ ജാതിയിലും പെട്ടവർക്ക് അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് ഈവിൾ കസ്റ്റംസ് ലൈക്ക് ദ സതി ആൻഡ് ചൈൽഡ് മാരേജസ് പ്രിവെയിൽഡ്, എന്താണ് സതി, ശൈശവ വിവാഹം തുടങ്ങിയ അനാചാരങ്ങൾ നിലനിന്നിരുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എക്സാമിൻ ദ പ്രോഗ്രസ് അറ്റൻഡഡ് ബൈ മിഡീവൽ ഇന്ത്യ ഇൻ ദ ഫീൽഡ് ഓഫ് ലേണിംഗ്, എന്താണ് മധ്യകാല ഇന്ത്യയിൽ വിജ്ഞാന രംഗത്ത് കൈവരിച്ച പുരോഗതി പരിശോധിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് സെവറൽ എഡ്യൂക്കേഷണൽ സെൻറ്റർ എക്സിസ്റ്റഡ് ഇൻ മിഡീവൽ ഇന്ത്യ, എന്താണ് മധ്യകാല ഇന്ത്യയിൽ നിരവധി വിദ്യാ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റുഡൻറ്റ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ് flocked to these centers in search of knowledge, എന്താണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ എന്താണ് അവിടെ അറിവ് തേടിയെത്തി. ഓക്കെ, ഇനി അടുത്തത് എന്താണ് ദ എഡ്യൂക്കേഷണൽ സെൻറ്റേഴ്സ് ഇൻ ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുരൈ ആൻഡ് ഡൽഹി വെർ റിമാർക്കബിൾ എമംഗ് ദം, എന്താണ് ബനാറസും ആഗ്രയും ലാഹോറും എന്നീ കേന്ദ്രങ്ങൾ എന്താണ് അക്കാലത്ത് വിജ്ഞാന ശാഖകൾ അക്കാലത്ത് പുരോഗതി നേടി. പിന്നെ ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ് അഡ്വാൻസ്ഡ് ഡ്യൂറിങ് ദ പീരീഡ്, എന്താണ് ആ കാലത്ത് ആസ്ട്രോണമി ജ്യോതിശാസ്ത്രവും പിന്നെ മാത്തമാറ്റിക്സ് എന്താണ് ഗണിതശാസ്ത്രവും പുരോഗതി നേടി എന്നാണ് പറയണത്. ഓക്കെ, പിന്നെ ലീലാവതി ദ ഭാസ്കരാചാര്യ വാസ് ദ ഫേമസ് വർക്ക് ഇൻ